7 ഹൈസ്പീഡ് റെയിൽവേ കോറിഡോറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ എത്രയോ കാലമായിട്ട് ഒരു അർദ്ധവേഗ കോറിഡോറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹൈസ്പീഡ് കോറിഡോറിന് വേണ്ടി വാദിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇത് സംബന്ധിച്ചുള്ള പദ്ധതികളുമായി കേരളം മുമ്പോട്ട് പോയപ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അതിനിടയിൽ ശ്രീ ഇ ശ്രീധരൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ഹൈസ്പീഡ് കോറിഡോറിന് ഗവൺമെൻറ് അനുമതി നൽകിയെന്ന് പറഞ്ഞ് വലിയ വീരവാദങ്ങൾ മുഴക്കിയുണ്ടായി. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ധനമന്ത്രി കമാന്തരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 7 കോറിഡോറുകളിൽ ഏറ്റവും കൂടുതൽ അതിവേഗ തീവണ്ടിപ്പാതയ്ക്ക് യോഗ്യതയുള്ള കേരളത്തെ പൂർണ്ണമായും വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം. ഈ ബജറ്റിനോടൊപ്പം അവതരിപ്പിച്ചിരിക്കുന്ന ഫിനാൻസ് കമ്മീഷന്റെ 16ാം ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടും വളരെയധികം നിരാശാജനകമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ആവശ്യപ്പെട്ടു ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിന്റെ ശതമാനം 41-ൽ നിന്ന് 50% ആക്കണം. അതായത് 75% ചെലവുകൾ വഹിക്കുന്ന സംസ്ഥാനങ്ങളാണ്. പക്ഷേ ആ 41 എന്നുള്ളത് 41 തന്നെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം, 6 ലക്ഷം 7 ലക്ഷം കോടിയോളം ഡ്യൂട്ടിയും സർചാർജുമായിട്ട് പിരിച്ചെടുത്ത് യഥാർത്ഥത്തിൽ ധനകാര്യ കമ്മീഷന്റെ ഈ വിഭജനത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നുള്ള ഒരാവശ്യമുണ്ടായിരുന്നു. ഇത് വിതരണം ചെയ്യുന്ന വിഭവത്തിലേക്ക് മേർജ് ചെയ്യണമെന്നുള്ള ആ ആവശ്യവും നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാളികേരത്തെക്കുറിച്ച്, തേങ്ങയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് റബ്ബർ ബോർഡ് ഉണ്ടാക്കിയിട്ട് കേരളത്തിൻ്റെ റബ്ബർ കൃഷി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നാളികേരം കൊണ്ട്, ഈ തേങ്ങ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 22 AMS, 2 AMS കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ പോലുമുണ്ട്. എത്രയോ കാലമായിട്ട് പാർലമെന്റിന്റെ തലത്തിൽ പോലും ആരോഗ്യമന്ത്രി എത്രയോ തവണ ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ അത് സംബന്ധിച്ച് നിശബ്ദതയാണ്. ഇപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് 3 ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലും കേരളത്തിൻ്റെ പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ല. അതും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഉൾനാടൻ ജലപാതയെക്കുറിച്ച് വലിയ വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതയുള്ള കേരളത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടേയില്ല. അത് ഒറീസയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഉൾനാടൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഷിപ്പ് റിപ്പയറിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലാണ് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ ഉൾനാടൻ ഗതാഗതമുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷെ അത് വാരണാസിയിലും പറ്റ്നയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ആകെയുള്ളത് റെയർ എർത്ത് കോറിഡോറിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മിനറൽ റിച്ച്നെസ് ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അവിടെ ചവറവിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ KML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പരാമർശിച്ചിരിക്കുന്നു. പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ നിരാശാജനകമായിട്ടുള്ള ബജറ്റാണ്. പൊതുവെയുള്ള സമ്പദ്ഘടന മുൻകാലങ്ങളിൽ വലിയ ആവേശത്തോടെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്തായി? ഏതെങ്കിലും തരത്തിൽ തൊഴിൽ സൃഷ്ടിച്ചോ? അതേക്കുറിച്ചൊന്നും യാതൊരു പരാമർശവുമില്ല. ഡോളറിനെതിരെ രൂപയുടെ വില കൂപ്പുകുത്തുന്നതിനെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ടാക്സ് ടെററിസത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വേളയാണ്. മനസ്സിലാക്കണം, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭകൻ സ്വയം ജീവിതം അപഹരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ കൂട്ടി വായിക്കണം. പൊതുവെ കേരളത്തിൻ്റെ ഒരാവശ്യത്തോടും അനുഭാവപൂർവമായ ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റാണ്. നമ്മളൊക്കെ വിചാരിച്ചു കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ളത്. 29 സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ധനമന്ത്രി ഇവിടെ വന്ന് നിർമ്മലാ സീതാരാമനെ കാണുകയും സമഗ്രമായ ചർച്ചകൾ നടത്തുകയും വിശദമായിട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ മാക്രോ തലത്തിലോ മൈക്രോ തലത്തിലോ ഒരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഈ അതിവേഗ റെയിൽ പറഞ്ഞല്ലോ, ഈ ശ്രീധരൻ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതാണോ ഈ ശ്രീധരൻ? അല്ല, യഥാർത്ഥത്തിൽ ഈ ശ്രീധരനെ ഉപയോഗിച്ച് BJP കേരളത്തെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. സംസ്ഥാന സർക്കാരിന് അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ റെയിൽവേ മന്ത്രി ഹൈസ്പീഡ് റെയിൽവേക്കുള്ള അനുമതി നൽകിയെന്ന് ആരാ പറയേണ്ടത്?
റെയിൽവേ അല്ലേ പറയേണ്ടത്. ശ്രീധരനാണോ അത് പ്രഖ്യാപനം നടത്തേണ്ടത്? ശ്രീധരൻ ഒരു സ്വകാര്യ പൗരൻ മാത്രമാണ്, ഒരു പ്രൈവറ്റ് സിറ്റിസൺ മാത്രമാണ്. പക്ഷെ ആ പ്രൈവറ്റ് സിറ്റിസന്റെ പ്രഖ്യാപനത്തെ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രഖ്യാപനത്തോട് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നിലപാടെന്തായിരുന്നു? പ്രഖ്യാപിക്കട്ടെ ഏതെങ്കിലും രൂപത്തിൽ, അത് നഗരവികസന മന്ത്രാലയത്തിന്റെ രൂപത്തിലോ അതല്ലെങ്കിൽ റെയിൽവേയുടെ രൂപത്തിലോ ഗതാഗത പ്രതിസന്ധിക്ക് ആയിരുന്നു. കേരളം കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ ബജറ്റില് ഈ പറയുന്ന ഗ്രാമീണ മേഖലയുടെ ഉത്തേജനത്തെക്കുറിച്ചും വ്യവസായ മേഖലയുടെ ഉത്തേജനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇക്കുറി പരാമർശിക്കപ്പെട്ടു. എല്ലാ സംസ്ഥാനത്തിലും എന്തുകൊണ്ടാണ് ഡോളറിനെതിരെ രൂപ കൂപ്പുകുത്തുന്നുള്ള കാര്യം പോലും ധനമന്ത്രി ഒരു പറയുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് വിദേശ നിക്ഷേപകരുടെ ആത്മവീര്യം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഡേറ്റാ സെന്ററുകളിൽ നിക്ഷേപിക്കുന്ന വിദേശ കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ് കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഈ ഒരു ബജറ്റിന്റെ സൂക്ഷ്മവശങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ മറൈൻ എക്സ്പോർട്ടിനും ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ മറൈൻ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത മത്സ്യത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില ചേരുവകളുടെ ഇറക്കുമതി തീരുവ 1% നിന്ന് 3% ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ സമസ്ത തലങ്ങളിലും കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബജറ്റാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷമായിട്ട് പോലും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കുറെ കാലമായിട്ട് ബ്ലൂ പ്രിന്റ് എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഒരു പ്രിന്റും ഇല്ല. അതായത് പ്രിന്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു സാധനം ഇവർ കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പദ്ധതികളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിന് അർഹതപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതെ, നമുക്കിനി നമ്മുടെ പ്രതീക്ഷ ആമയുടെ മുകളിലാണ്. അതായത് കേരളം ആമയെ പോലെ ആകണമെന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തെ ഞെരിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.